പ്രിയപ്പെട്ടവരെ, ധർമ്മസ്ഥലയിലെ സംഭവത്തിൽ ഒരു ട്വിസ്റ്റുണ്ട് കേട്ടോ. സൂപ്പർ ട്വിസ്റ്റാണ്, ചെറുതല്ലാത്ത ട്വിസ്റ്റാണ്. ധർമ്മസ്ഥല കേസിൽ സമർപ്പിച്ച മൊഴികളും തെളിവുകളും കൃത്രിമമെന്ന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുകയാണ്. ആ ധർമ്മസ്ഥലയിലെ ആ മൂവ്മെന്റിന് നേതൃത്വം നൽകിയവരിൽ ഒരാളായ മനാഫ്. ധർമ്മസ്ഥലയിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞതും മനാഫാണ്. ഇപ്പോൾ മനാഫ് പറഞ്ഞു താൻ തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ്. അപ്പോൾ ഈ തെളിവുകളെല്ലാം കൃത്രിമമാണെന്ന് മനാഫ് തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. തലയൂട്ടിയെടുത്തത് ശുചീകരണ തൊഴിലാളിയല്ല. വിശ്വാസ്യത കൂട്ടാൻ ചിലർ വ്യാജ തെളിവുകൾ സൃഷ്ടിച്ചു. സുജാത ഭട്ടിന്റെ മൊഴി വിശ്വാസത്തിലെടുത്തതിൽ തനിക്ക് പിശക് പറ്റിയെന്നും മനാഫ് പറഞ്ഞു. തനിക്ക് ആരെയും സംരക്ഷിക്കാനില്ലെന്നും മനാഫ് പറഞ്ഞിട്ടുണ്ട്. കേൾക്കാം. ആരെയും ഈ വിഷയത്തിൽ കൂടെയുള്ള ആളുകൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരെ പോലും വെറുതെ വിടൂല. നമ്മൾ കൂടെ നിന്നിട്ട് എന്തെങ്കിലും ഉടായ്പ കളിച്ച ആളുകൾ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ആളുകളെ നമ്മൾ വെറുതെ വിടൂല, അവരെയും പുറത്തു കൊണ്ടുവരണം. നമ്മൾ ഈ അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ടിനെ ഒരുപാട് വിശ്വസിച്ച് ഇതിന്റെ പിന്നിൽ ഞാൻ അത് കൂടുതലൊന്നും സംസാരിച്ചില്ല. 1-2 വീഡിയോയിൽ സുജാത ഭട്ടിനെ പറ്റി പറഞ്ഞിരിക്കണേ. സുജാത ഭട്ട് പറഞ്ഞതൊക്കെ കള്ളായിരുന്നു എന്നുള്ളത് ഏകദേശം മനസ്സിലായി. അപ്പൊ എന്താ പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും ചില പോരാട്ടങ്ങൾ നടക്കുന്ന സമയത്ത് ചില ആളുകൾ വേറെ പല അജണ്ടകളും വെച്ചിട്ട് വരും. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പോരാട്ടത്തിന് മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമാവും. നമ്മൾ മലയാളത്തിൽ കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുത്തു എന്ന് കേട്ടിട്ടില്ലേ? യഥാർത്ഥത്തിൽ ധർമ്മസ്ഥലയിൽ മനാഫിന് പറ്റിയിരിക്കുന്നതും അതാണ്. അവിടെ ഒരു ശുചീകരണ തൊഴിലാളി എന്ന് പറഞ്ഞു. അത് മനാഫ് വലിയ സംഭവമാണെന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ പോയി വീഡിയോ ഒക്കെ ചെയ്തു. ഇപ്പം മനാഫും വെട്ടിലായി, ആ ശുചീകരണ തൊഴിലാളി അറസ്റ്റിലുമായി. മാത്രമല്ല 3 പോലീസ് സ്റ്റേഷനുകളിൽ കേസുമായി എന്നാണ് അറിയാൻ കഴിയുന്നത്. AK അഭിലാഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. AK അഭിലാഷ്, ഗുഡ് മോർണിംഗ്. അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത് തന്നെയല്ലേ? കാള പെറ്റു എന്ന് കേട്ടു, മനാഫ് കയറെടുത്തു, നേരെ ധർമ്മസ്ഥലയിലേക്ക് ഓടി, ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ചു. നമ്മളടക്കമുള്ള മാധ്യമങ്ങളെയൊക്കെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ നമുക്കതിൽ സംശയമുള്ളത് കൊണ്ട് നമ്മൾ അതേ കയറി കൊത്തിയില്ല. ഒരുപാട് പേര് നമുക്ക് കമൻറ്റ് ചെയ്തു, നിങ്ങൾ എന്തുകൊണ്ടാണ് ധർമ്മസ്ഥലം റിപ്പോർട്ട് ചെയ്യാത്തത്? തുടക്കത്തിൽ നമ്മളത് വളരെ സാവധാനത്തിലാണ് അത് കൈകാര്യം ചെയ്തത്. മൊഴികളൊക്കെ വരുന്ന സമയത്ത്, അന്വേഷണം വരുന്ന സമയത്താണ് നമ്മളതിലേക്ക് പോകുന്നത്. കാര്യം നമുക്ക് സംശയമുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ. മാത്രമല്ല നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്കിൽ നമുക്ക് ഈ ചിന്നയെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയിരുന്നു. അയാൾ അത്ര വിശ്വാസയോഗ്യനായ ഒരാളല്ല. പക്ഷേ എന്നിട്ടും തലയൂട്ടിയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഭയന്നു പോകും. മനാഫിന് അമളി പറ്റിയതാണോ, മനാഫിന് അബദ്ധം സംഭവിച്ചതാണെന്ന് പോലീസുകാർ കരുതുമോ? ഇപ്പോൾ ഈ വീഡിയോയുമായിട്ട് മനാഫ് വരാനുള്ള കാരണം എന്താണ്? AK അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. മനാഫിന്റെ ചോദ്യം ചെയ്യൽ 3 ദിവസമാണ് നടന്നത്. ഇതിനിടയിലാണ് സുപ്രധാനമായ ചില വിവരങ്ങൾ മനാഫിൽ നിന്ന് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അതായത് കേസിന്റെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് ചിന്നൈ, അതായത് ശുചീകരണ തൊഴിലാളി നൽകിയിരിക്കുന്ന 164 സ്റ്റേറ്റ്മെന്റ് ആണ്. അതോടനുബന്ധിച്ച് നൽകിയിരിക്കുന്ന ഒരു തലയോട്ടി കൂടിയാണ്. ഈ 2 കാര്യങ്ങളിലും ആണ് ഇപ്പോൾ വിശ്വാസ്യതയില്ല എന്ന് വ്യക്തമാകുന്നത്. കാരണം തലയോട്ടി എടുത്തത് ശുചീകരണ തൊഴിലാളിയല്ല, മറ്റ് 2 പേരാണ്. ആ 2 പേർ ആരൊക്കെയാണെന്ന് മനാഫ് ഇതിനകം തന്നെ അന്വേഷണ സംഘത്തിനോട് വെളിപ്പെടുത്തി കഴിഞ്ഞു. അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതായത് അന്വേഷണ സംഘത്തിന് സഹായകരമാകുന്ന തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ മനാഫിന്റെ ഭാഗത്തുമുണ്ടായത് എന്ന് എടുത്തു പറയേണ്ടി വരും. ഏതായാലും ഇപ്പോൾ ഈ അസ്ഥിക്കൂടവുമായി ബന്ധപ്പെട്ട്, തലയോട്ടിയുമായി ബന്ധപ്പെട്ട് ഹാജരാക്കിയിരുന്ന തെളിവുകൾ ശരിയല്ല എന്ന് വ്യക്തമായിരിക്കുന്നു. മറ്റൊന്ന്, ഈ 164 സ്റ്റേറ്റ്മെന്റ് പ്രകാരം നൽകിയിരിക്കുന്ന മൊഴികളും സത്യവിരുദ്ധമായ ഒരു കാര്യമാണ്. അതായത് ഈ തലയോട്ടിയുടെ ഉടമയുടെ മൃതദേഹം കുഴിച്ചിട്ടത് താനാണെന്നും അതോടൊപ്പം തന്നെ താൻ തന്നെയാണ് ഇത് കുഴിച്ചെടുത്തതും എന്നാണ് ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് എവിടെ നിന്ന് കുഴിച്ചെടുത്തു എന്ന് പോലും പറയാൻ ശുചീകരണ തൊഴിലാളിക്ക് അന്വേഷണ സംഘത്തിന് മുന്നിൽ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് വസ്തുത. അതോടുകൂടി തന്നെ അന്വേഷണ സംഘത്തിന് പൂർണ്ണമായും ഇത് സത്യവിരുദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാതായി. അതിനുശേഷമാണ് കൂടുതൽ ആളുകളെ തെളിവെടുപ്പിനായി വിളിക്കുന്നത്. അക്കൂട്ടത്തിലാണ് മനാഫിനെ കൂടി വിളിച്ചു വരുത്തിയിരിക്കുകയും അതോടൊപ്പം തന്നെ മനാഫിനെ നിരന്തരം ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. 3 ദിവസമാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇതിനിടയിലാണ് മനാഫ് ഇക്കാര്യങ്ങളൊക്കെ സുപ്രധാനമായ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിൽ സുജാത ഭട്ടിന്റെ മൊഴിയാണ്. തുടക്കം മുതൽ സംശയമുള്ള മൊഴിയായിരുന്നു. അത് അനന്യ ഭട്ട് മകളാണ്, അവർ കൊല്ലപ്പെട്ടു എന്നടക്കമുള്ള മൊഴികളായിരുന്നു അവർ നൽകിയത്. പക്ഷേ അങ്ങനെ ഒരു മകൾ പോലും തനിക്കില്ല എന്ന് സുജാത ഭട്ട് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സുജാത ഭട്ടിനെ വിശ്വാസത്തിലെടുത്തത് പോലും തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് മനാഫ് പറയുന്നത്. കാരണം അവർ പറഞ്ഞത് പൂർണ്ണമായും കള്ളമായിരുന്നു എന്ന് പിന്നീടാണ് തനിക്ക് ബോധ്യപ്പെട്ടത് എന്നുള്ള കാര്യം കൂടി മനാഫ് പറയുന്നു. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട്, ധർമ്മസ്ഥല കേസുമായി ബന്ധപ്പെട്ട്
ഇപ്പോൾ അടിസ്ഥാനപരമായുള്ള കാര്യം 164 സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യവിരുദ്ധമാണ്. അതോടൊപ്പം തന്നെ ഹാജരാക്കിയ തെളിവുകളും സത്യവിരുദ്ധമാണ് എന്ന് തെളിയിക്കപ്പെടുമ്പോൾ ഈ 164 പ്രകാരമുള്ള കേസും അതോടൊപ്പം തന്നെ ഇത് രൂപീകരിച്ച അന്വേഷണ സംഘവും ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു ചില കാര്യങ്ങൾ വരുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ അസ്ഥികൂടങ്ങൾ ലഭിച്ചു എന്നടക്കങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അത് ഈ കേസിന്റെ പരിധിയിലേക്ക് വരില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം SIT ആ രീതിയിലേക്കുള്ള അന്വേഷണം കൊണ്ടുപോകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന 164 സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന തെളിവുകളും അതോടൊപ്പം തന്നെ തലയോട്ടി അടക്കമുള്ളത് കൃത്രിമമായി സൃഷ്ടിച്ചതാണ് എന്ന് വ്യക്തമാവുകയാണ്. മനാഫ് ഇപ്പോൾ അവിടുന്ന് മടങ്ങിയോ? ചോദ്യം ചെയ്യൽ പൂർത്തിയായോ? ഇനിയും ചോദ്യം ചെയ്യൽ തുടരൂ? മനാഫിന്റെ ചോദ്യം ചെയ്യൽ SITക്ക് മുമ്പിലുള്ള ചോദ്യം ചെയ്യൽ ഇന്നലെ വൈകിട്ടോടുകൂടി അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഉടുപ്പി പോലീസ് സ്റ്റേഷനിൽ ഹാജരാവേണ്ടതുണ്ട് മനാഫിന്. പക്ഷേ ഇനി വളരെ പെട്ടെന്ന് തന്നെ ഉടുപ്പി പോലീസ് സ്റ്റേഷന് മുന്നിൽ ഹാജരാവില്ല എന്നാണ് ഇപ്പോൾ മനാഫ് അറിയിച്ചിരിക്കുന്നത്. നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇന്ന് കോഴിക്കോട്ടെത്തും. കോഴിക്കോട്ട് എത്തിയതിനു ശേഷം മാധ്യമങ്ങളെ കാണാമെന്നും മനാഫ് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതിന് ശേഷമായിരിക്കും ഉടുപ്പി പോലീസ് ചാർജ് ചെയ്തിരിക്കുന്ന മതസ്പർദ്ധയുമായി ബന്ധപ്പെട്ട കേസിൽ മനാഫ് ഹാജരാകുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇതെല്ലാവർക്കും ഒരു പാഠമാണ് കേട്ടോ. കാള പെറ്റു എന്ന് കേട്ടാൽ കയറെടുത്തോടി കെട്ടിവലിച്ച് പിന്നെ പാല് കൊടുക്കുന്ന ആൾക്കാരെയൊക്കെ വിളിച്ച് ഏർപ്പാട് ചെയ്ത് പാലൊക്കെ വന്ന് വാങ്ങിച്ചോണം എന്നൊക്കെ പറഞ്ഞു നിർത്തുക എന്നുള്ളതാണ്. പിന്നീടാണ് അറിയുന്നത് സംഭവം കാളയാണല്ലോ പെറ്റത്, കാള പിറത്തില്ലല്ലോ എന്നുള്ള കാര്യം അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. എന്തായാലും മനാഫിന് സംഭവിച്ചത് അമളിയാണോ, അതിൽ ബോധപൂർവ്വം ഒരു ഇടപെടലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അന്വേഷണത്തിലൂടെ തെളിയട്ടെ. മനാഫ് നമ്മളെ കാണുന്നുണ്ട്. കോഴിക്കോട് എത്തിയതിനു ശേഷം നമുക്ക് മനാഫിനെ കേൾക്കാം.